അച്ഛനെതിരായ പീഡനക്കേസ് ഒഴിവാക്കാൻ മകൾ വ്യാജ ആസനാക്രമണം സൃഷ്ടിച്ചുവെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? പാടാണല്ലേ. പക്ഷെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അത്തരമൊരു സംഭവമാണ്. ഞായറാഴ്ച രാവിലെയാണ് ആസിഡ് ആക്രമണത്തിന് ഇരയായതായി പെൺകുട്ടി പരാതി നൽകിയത്. പോലീസ് അന്വേഷണത്തിൽ പെൺകുട്ടിയും അച്ഛനും ചേർന്ന് ആസൂത്രണം ചെയ്ത തിരക്കഥയെന്ന് പോലീസ് കണ്ടെത്തി. പിതാവിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ ഭർത്താവിനെ കുടുക്കാനായിരുന്നു ശ്രമം. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. അഭിലാഷ്, ഒരു വിചിത്രമായ കഥയാണ്. ഇതെന്താണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് ടോം, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയുടെ നമ്മളടക്കം ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഡൽഹിയിൽ ഒരു പെൺകുട്ടിക്ക് നേരെ 3 യുവാക്കൾ ചേർന്ന് ആസിഡ് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത. എന്നാൽ ഇപ്പോഴാണ് അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള യാഥാർത്ഥ്യം വിവരം പുറത്തു വരുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ അഖിൽ ഖാൻ എന്ന് പറയുന്ന ആളുണ്ട്. ഇയാളാണ് ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ ഈ പെൺകുട്ടി അന്ന് പറഞ്ഞ 3 പേരുകളുണ്ട്. അതായത് ജിതേന്ദർ, അതുപോലെ ഇഷാൻ, അർമാൻ. ഈ ഇഷാനും അർമാനും സഹോദരങ്ങളാണ്. അപ്പോൾ ഈ ജിതേന്ദറും ഇഷാനും അർമാനും ചേർന്ന് തൻ്റെ നേരെ ആസിഡ് ഒഴിക്കുകയായിരുന്നു. അപ്പോൾ പരിക്കേൽക്കാതിരിക്കാനായി താൻ കൈ കൊണ്ട് ആസിഡ് തടഞ്ഞപ്പോൾ തൻ്റെ കൈക്കാണ് പരിക്കേറ്റതെന്നടക്കമുള്ള മൊഴികളാണ് അന്ന് ഈ പെൺകുട്ടി നൽകിയിരുന്നത്. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് ഇതിൽ പ്രധാനമായി ഇതിൻ്റെ കള്ളി വെളിച്ചത്ത് വരുന്നത്. അതായത് ഈ അഖിൽ ഖാൻ ജിതേന്ദറിൻ്റെ ഭാര്യയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പലതവണ. അവസാനം ഈ ഒക്ടോബർ 24-ന് ജിതേന്ദറിൻ്റെ ഭാര്യ അഖിൽ ഖാനെതിരെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ ഒരു FIR ഇടുകയും ചെയ്തു. ആ FIR-നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മകളോടൊത്ത് അഖിൽ ഖാൻ ഈ പരാതിക്കാരിയുടെ ഭർത്താവിനെ കൊടുക്കാനായിട്ടൊരു വ്യാജ കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആ കേസിന്റെ ഫലമാണ് പിന്നീട് ഈ ഞായറാഴ്ച മുതൽ നടന്നു വരുന്ന സംഭവങ്ങൾ. അതായത് ഞായറാഴ്ച രാവിലെ കോളേജിൽ എക്സ്ട്രാ ക്ലാസ്സിന് പോവുകയാണെന്ന് പെൺകുട്ടി പറഞ്ഞിറങ്ങുന്നു. അതിനുശേഷം കോളേജിന് മുമ്പിൽ വെച്ച് ഇതേപോലെ ജിതേന്ദറും അർമാനും ഇഷാനും ചേർന്ന് തൻ്റെ ദേഹത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു എന്നായിരുന്നു പരാതി. പിന്നീട് ആ കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അർമാനെയും ഇഷാനും ആയിട്ടും ഈ അഖിൽ ഖാൻ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവരുടെ ഈ അർമാൻ്റെയും ഇഷാൻ്റെയും അമ്മയുമായി ഇയാൾക്കൊരു വസ്തുതർക്കമുണ്ടായിരുന്നു. അത് 2018 മുതൽ തുടങ്ങിയതാണ്. ആ വസ്തുതർക്കത്തിലടക്കം ഒരു തൻ്റെ ശത്രുവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തനിക്കെതിരെ പീഡന പരാതി നൽകിയ അവരുടെ ഭർത്താവിനെയും അതുപോലെ തനിക്ക് തർക്കമുണ്ടായിരുന്ന ആളുകളുടെ മക്കളെയും ചേർത്തിട്ട് ഒരു കേസ് ഫ്രെയിം ചെയ്തതും അതിനനുസരിച്ച് ഇത് മുന്നോട്ട് പോയത്. പക്ഷേ പോലീസിന്റെ കേസ് അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു കള്ളി വെളിച്ചത്തായിരിക്കുന്നത് ഇവരുടെ. ടോം, ഈ വിഷയത്തിൽ നിലവിൽ ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഈ പ്രതിയും മകളും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന. ഈ കേസിൽ നിലവിൽ ആരൊക്കെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്? ടോം, ഇതിൽ പ്രധാനമായും ഈ കേസിൽ ഈ ആദ്യം താൻ ആസിഡ് ആക്രമണത്തിന് വിധേയയായി എന്ന് പറയുന്ന പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ പിതാവായിട്ടുള്ള അഖിൽ ഖാനുമാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. ഈ അഖിൽ ഖാൻ ഒരു ഫാക്ടറി ഉണ്ട് ഡൽഹിയിൽ. ആ ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ജിതേന്ദർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ജിതേന്ദറിന്റെ ഭാര്യ. അപ്പോൾ ഈ ജിതേന്ദറിന്റെ ഭാര്യയ്ക്കെതിരെ ഈ അഖിൽ ഖാൻ ഒരു ലൈംഗിക അതിക്രമം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ചിത്രങ്ങൾ എടുത്ത് ശേഖരിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള ഈ ലൈംഗിക അതിക്രമം സഹിക്കാൻ വയ്യാതെ ജിതേന്ദറിന്റെ ഭാര്യ അഖിൽ ഖാനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. ആ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഈ പീഡന പരാതിയുമായി മുന്നോട്ട് പോകാതിരിക്കാനായി അവരെ ഈ ജിതേന്ദറിന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിൽ തൻ്റെ മകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പീഡന പരാതി കൊടുത്ത അവരുടെ ഭർത്താവായിട്ടുള്ള ജിതേന്ദറിനെതിരെ ഒരു ആസിഡ് ആക്രമണം എന്നുള്ള രീതിയിലുള്ള വലിയൊരു കേസ് കൊടുക്കാൻ ഇയാൾ പദ്ധതിയിടുന്നത്. അങ്ങനെ ആ പദ്ധതി പ്രകാരം കഴിഞ്ഞ ഞായറാഴ്ച ഇത്തരത്തിൽ സ്വന്തം ശരീരത്തിൽ സ്വയം ഹാർപ്പിക്ക് വാങ്ങിച്ച് അത് കയ്യിൽ ഒഴിച്ചതിന് ശേഷം നേരെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയായിരുന്നു. എന്നിട്ട് ആശുപത്രി അധികൃതരോട് പറഞ്ഞു ഇത്തരത്തിൽ 3 യുവാക്കൾ ചേർന്ന് തൻ്റെ ദേഹത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു എന്നും അതുപോലെ ഈ 3 പേരുടെ പേരും ജിതേന്ദറിൻ്റെയും അർമാൻ്റെയും അതുപോലെ ഇഷാൻ്റെയും പേര് പറയുകയും ചെയ്തു. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ കോളേജ് സ്ഥിതി ചെയ്യുന്ന അശോക് വിഹാറിൽ ഈ പറഞ്ഞ സമയം പെൺകുട്ടി ഇല്ലായിരുന്നു എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്നു. അതേപോലെ തന്നെ ഈ
കുട്ടി ആരോപിച്ച യുവാക്കളും ആ പ്രദേശത്തില്ല എന്നുള്ളത് CCTV യിൽ നിന്ന് വ്യക്തമാകുന്നു. പിന്നീടാണ് ഈ പെൺകുട്ടിയുടെ ആരോപണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന അന്വേഷണത്തിൽ വ്യക്തമായ പോലീസ് കുട്ടിയുടെ അച്ഛൻ്റെയും കുട്ടിയുടെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നു. അപ്പോഴാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 24-ാം തീയതി ഈ അഖിൽ ഖാനെതിരെ ഒരു കേസ് നിലനിൽപ്പുണ്ട്, ഒരു പീഡന പരാതി നിലനിൽക്കുന്നുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ജിതേന്ദറിലേക്കും ജിതേന്ദറിന്റെ ഭാര്യയിലേക്കും കാര്യങ്ങൾ എത്തുന്നത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അഖിൽ ഖാൻ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തുന്നത്. അതായത് തനിക്കെതിരായ ഉണ്ടായ പീഡന കേസിന് പകരം ഒരു കേസ് കൊടുക്കാനായി, ആ പീഡന കേസ് ഒഴിവാക്കാനായി പുതിയൊരു കേസ് കെട്ടിച്ചമക്കുകയായിരുന്നുവെന്ന് അഖിൽ ഖാൻ തുറന്നു പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഹാർപ്പിക്കിന് ഒഴിക്കുന്ന ആസിഡ് അടക്കം വാങ്ങിയത് താനാണെന്നും അത് തൻ്റെ മകളുടെ കയ്യിലേക്ക് ഒഴിക്കാനായിട്ട് പ്രേരിപ്പിച്ചതും മകളെ കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിപ്പിച്ചതും താനാണെന്നുമുള്ള സത്യം അഖിൽ ഖാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല കേസിലെ ആസിഡ് ആക്രമണത്തിലെ കേസിലെ ആരോപണ വിധേയരായിട്ടുള്ള ഇഷാന്റെയും അർമാന്റെയും അമ്മയുടെ ദേഹത്ത് 2018 ആസിഡ് ആക്രമണം നടത്തിയിരുന്നു. അത് ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള അഖിൽ ഖാന്റെ ബന്ധുക്കളാണെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതൊരു വസ്തുതർക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അന്നത്തെ ആസിഡ് ആക്രമണം. ആ ആസിഡ് ആക്രമണത്തിലെ പ്രതികളുടെ ബന്ധു കൂടിയാണ് ഈ അഖിൽ ഖാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത കളവാണെന്നറിയുമ്പോൾ അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.